നമ്മളപ്പം ക്ലസ്റ്ററിംഗ് മെത്തേഡ്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ക്ലസ്റ്ററിംഗ് എന്താന്നുള്ള കാര്യം ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് പഠിച്ചായിരുന്നു. അതിനകത്ത് വരുന്ന 4 മെത്തേഡ്സ് ഏതൊക്കെയാണെന്നും പഠിച്ചായിരുന്നു. അതിനകത്ത് വരുന്ന ഒന്നാമത്തെ മെത്തേഡ് ആണ് പാർട്ടീഷനിങ് മെത്തേഡ്. അതാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. The simplest and most fundamental version of cluster analysis is partitioning, which organizes the objects of a set into several exclusive groups or clusters. So simple ആയിട്ട് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൈവശമുള്ള ഒരു ഡേറ്റാ സെറ്റിനെ നമ്മൾ പല പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുന്ന ഓരോ പാർട്ടീഷനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഒരു ക്ലസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി കുറച്ചുകൂടെ ടേംസിൽ പറയുകയാണെങ്കിൽ formally given a data set D of n objects and k the number of clusters to form, a partitioning algorithm organizes the objects into k partitions where k less than or equal to n, where each partition represents a cluster. The clusters are formed to optimize an objective partitioning criterion such as a dissimilarity function based on distance, so that the objects within a cluster are similar to one another and dissimilar to objects in clusters in terms of the data set attributes. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന ഡേറ്റ സെറ്റിനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ഡി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ക്ലാസിഫിക്കേഷനകത്തൊക്കെ ഡേറ്റാബേസിന്റെ ഒരു പാർട്ടിനെ എടുത്തില്ലായിരുന്നു ട്രെയിനിങ് സെറ്റ് ആയിട്ട്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ആ ഡേറ്റാബേസിനെയാണ് ഇവിടെ ഡി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അതിനകത്ത് എത്ര ഡേറ്റകളുണ്ട്? n ഡേറ്റകളാണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ ആ n ഡേറ്റകളുള്ള ഡി എന്ന് പറയുന്ന ഡേറ്റാ സെറ്റിനെ k ആയിട്ടാണ് പാർട്ടീഷൻ ചെയ്യുന്നത്. k സബ്സെറ്റുകളായിട്ടാണ് പാർട്ടീഷൻ ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഡി എന്ന് പറയുന്ന ഡേറ്റാ സെറ്റിനകത്ത് 100 ഒബ്ജക്റ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ അതിനെ ഒരു 5 പാർട്ടീഷൻസ് ആയിട്ട് ചെയ്യുന്നതെങ്കിൽ 5 ഗ്രൂപ്പുകളായിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ആ 5 ഗ്രൂപ്പുകൾക്കകത്തായിരിക്കും ഇതിനകത്ത് വരുന്ന 100 ഒബ്ജക്റ്റുകൾ ബിലോങ് ചെയ്യുന്നത്. ഇനി പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്താണ്? നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്ന കെയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഡേറ്റ ഒബ്ജക്ട്സിനെക്കാട്ടും ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആകാം. പിന്നെ നമ്മൾ ഇവിടെ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഒരു ക്ലസ്റ്ററിനകത്ത് വരുന്ന ഡേറ്റ ഒബ്ജക്റ്റുകൾ തമ്മിൽ സിമിലാരിറ്റി ഹൈ ആയിരിക്കണം. അതുപോലെ തന്നെ 2 ക്ലസ്റ്ററുകൾ തമ്മിൽ ഡേറ്റ ഒബ്ജക്റ്റുകൾ എടുക്കുകയാണെങ്കിൽ അവ തമ്മിലുള്ള സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ലോ ആയിരിക്കണം, അല്ലെങ്കിൽ അവ തമ്മിൽ ഡിസിമിലാരിറ്റി ആയിരിക്കണം കൂടുതൽ വേണ്ടത്. അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഇനി പാർട്ടീഷനിങ് മെത്തേഡ്സിനെ തന്നെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കെ മീൻസ് മെത്തേഡും കെ മെഡോയിഡ് മെത്തേഡും. അതിനകത്ത് ഒന്നാമതായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് കെ മീൻസ് മെത്തേഡ്. കെ മീൻസ് എ സെൻട്രോയിഡ് ബേസ്ഡ് ടെക്നിക്ക്. ഇവിടെ ഡെഫിനിഷൻ തന്നിരിക്കുന്നത് കുറച്ച് ടേംസ് യൂസ് ചെയ്തിട്ടാണ്. അവിടെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നോക്കാം. Suppose a data set D contains n objects in Euclidean space. Partitioning methods distance the objects in D into k clusters C1 to Ck. That is Ci belongs to D and Ci intersection Cj equal to 5. അല്ലെങ്കിൽ null. For I less than or equal to for 1 less than or equal to I, j less than or equal to k. An objective function is used to assess the partitioning quality so that the objects within a cluster are similar to one another but dissimilar to objects in other clusters. This is the objective function aims for high intra-cluster similarity and low inter-cluster similarity. ആ ടൈം മാർക്ക് ചെയ്തിരുന്നതാണ് ഹൈ ഇൻട്രാ-ക്ലസ്റ്റർ സിമിലാരിറ്റിയും ലോ ഇന്റർ-ക്ലസ്റ്റർ സിമിലാരിറ്റിയും. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ മുകളിലത്തെ ഡെഫിനിഷനകത്ത് പറഞ്ഞ പോലെ തന്നെ ഡി എന്ന് പറയുന്നതാണ് യൂസറിന്റെ കൈവശമുള്ള ഡേറ്റ സെറ്റ്. അതിനകത്ത് n ഡേറ്റ ഒബ്ജക്റ്റുകൾ ഉണ്ട്. ഇനി ആ n ഡേറ്റ ഒബ്ജക്റ്റുകളെ നമ്മൾ k ആയിട്ട്, അതായത് k സബ്സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ സബ്സെറ്റുകൾക്കും പറയുന്ന പേരാണ് ഒരു സിംഗിൾ ക്ലസ്റ്റർ എന്ന്. അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് C എന്ന് പറയുന്ന ലെറ്റർ ആണ്. അപ്പൊ k ക്ലസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? C1 തൊട്ട് Ck വരെയാണ് ക്ലസ്റ്റേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മൾ എടുത്തിരിക്കുന്ന ഓരോ ക്ലസ്റ്ററും എവിടെയുള്ളതാണ്? നമ്മുടെ കൈവശമുള്ള ഡേറ്റാ സെറ്റിനകത്തുള്ളതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ക്ലസ്റ്റേഴ്സ് എടുക്കുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്ന Ci എന്ന് പറയുന്ന ക്ലസ്റ്റർ Cj എന്ന് പറയുന്ന ക്ലസ്റ്ററുമായിട്ട്
സിമിലാരിറ്റി ഒന്നും ഉണ്ടാകരുത്. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പൊ C1 C2 എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ C2 C3 എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ C1 C3 എടുക്കുകയാണെങ്കിലോ നമ്മൾ പാർട്ടീഷൻ ചെയ്തു വെച്ചിരിക്കുന്ന ക്ലസ്റ്റേഴ്സുകൾ തമ്മിൽ കോമൺ ആയിട്ട് സിമിലാരിറ്റി ഒന്നും ഉണ്ടാകരുത്. ക്ലസ്റ്റേഴ്സ് തമ്മിലാണ് സിമിലാരിറ്റി ഉണ്ടാകരുത് എന്ന് പറയുന്നത്. പക്ഷേ ക്ലസ്റ്ററിനകത്തെ ഡേറ്റ ഒബ്ജക്റ്റുകൾ തമ്മിൽ സിമിലാരിറ്റി ഉണ്ടാവണം. ഇനി അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന താഴെ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എയിംസ് ഫോർ ഹൈ ഇൻട്രാ ക്ലസ്റ്റർ സിമിലാരിറ്റി ആൻഡ് ലോ ഇന്റർ ക്ലസ്റ്റർ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലസ്റ്ററിനകത്തെ ഡേറ്റകൾ തമ്മിൽ ഹൈ ഇൻട്രാ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലസ്റ്ററിനകത്തെ ഡേറ്റകൾ തമ്മിൽ സിമിലാരിറ്റി ഹൈ ആയിരിക്കണം. അതുപോലെ തന്നെ രണ്ട് ക്ലസ്റ്ററുകൾ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവ തമ്മിലുള്ള സിമിലാരിറ്റി ലോ ആയിരിക്കണം. അതാണ് ഇവിടെ ലോ ഇന്റർ ക്ലസ്റ്റർ സിമിലാരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളിവിടെ കെ മീൻസ് എന്ന് പറയുന്ന ടെക്നിക്കിനകത്ത് ഒരു സെൻട്രോയിഡ് ബേസ്ഡ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. CI എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ക്ലസ്റ്ററിന്റെ സെന്റർ പോയിന്റ് പറയുന്ന പേരാണ് സെൻട്രോയിഡ്. CI എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റർ എടുക്കുകയാണെങ്കിൽ ആ ക്ലസ്റ്ററിന്റെ സെന്റർ പോയിന്റിന് പറയുന്ന പേരാണ് സെൻട്രോയിഡ്. ഇപ്പൊ C1 തൊട്ട് CK വരെ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. C1 ഒരു സെന്റർ പോയിന്റ് കാണും, C2 ഒരു സെന്റർ പോയിന്റ് കാണും, അതുപോലെ CK വരെയുള്ള ക്ലസ്റ്റേഴ്സിന് ഒരു സെന്റർ പോയിന്റ് കാണും. ഇനി നമ്മൾ സെന്റർ പോയിന്റ് ആയിട്ട് എടുക്കുന്നത് മീനിനെയാണ്. ഇവിടെ K മീൻസ് മെത്തേഡിനകത്ത് ഒരു ക്ലസ്റ്ററിന്റെ സെൻട്രോയിഡ് അല്ലെങ്കിൽ സെന്റർ പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ആ ക്ലസ്റ്ററിന്റെ മീൻ വാല്യൂ ആണ്, അല്ലെങ്കിൽ ആവറേജ് വാല്യൂവിനെയാണ് നമ്മൾ സെന്റർ പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ P എന്ന് പറഞ്ഞൊരു വേരിയബിൾ വന്നിട്ടുണ്ട്. P എന്ന് പറഞ്ഞാൽ നമ്മൾ CI എന്ന് പറഞ്ഞെടുക്കുന്ന ക്ലസ്റ്ററിനകത്ത് വരുന്ന ഒരു ഡേറ്റ ഒബ്ജക്റ്റ് ആണ് PI എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ PI എന്ന് പറയുന്ന ഡേറ്റ ഒബ്ജക്റ്റും നമ്മൾ എടുത്തിരിക്കുന്ന സെന്റർ വാല്യൂ ആയ മീൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആവറേജ് ഉണ്ടല്ലോ, ആ മീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്, ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? CI എന്ന് പറയുന്ന ഒരു ക്ലസ്റ്ററിനകത്ത് ഒരുപാട് ഡേറ്റ ഒബ്ജക്റ്റുകൾ ഉണ്ട്. അതിനകത്ത് ഒരു സെന്റർ പോയിന്റ് ഉണ്ട്. ആ സെന്റർ പോയിന്റ് ആണ് ഈ സ്മോൾ ലെറ്റർ CI എന്ന് പറയുന്നത്. ഇനി അതിനകത്തുള്ള ഒരു പോയിന്റിനെ അല്ലെങ്കിൽ ഒരു ഡേറ്റ ഒബ്ജക്റ്റിനെ നമ്മൾ റാൻഡം ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഡേറ്റ ഒബ്ജക്റ്റും ആ ക്ലസ്റ്ററിന്റെ മീനും തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡിസ്റ്റ് ഓഫ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കുന്നു. അതായത് ഒരു ക്ലസ്റ്ററിനകത്ത് വരുന്ന എത്ര ഡേറ്റകൾ ഉണ്ടോ അത്രയും ഡേറ്റകളും മീനുമായിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ ഡിസ്റ്റൻസുകളെല്ലാം കൂടെ നമ്മൾ സമ്മ് ചെയ്യുന്നു. ആ സമ്മ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് സ്ക്വയേർഡ് എറർ ഫംഗ്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി സമ്മ് ചെയ്ത് കിട്ടുന്ന ആ വാല്യൂ ലോ ആണെങ്കിലാണ് ആ ക്ലസ്റ്റർ നമുക്ക് എഫിഷ്യന്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റുന്നത്. അതായത് ക്ലസ്റ്ററിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എറർ കണ്ടുപിടിക്കുന്നത്. അതായത് ഒരു ക്ലസ്റ്റർ CI എന്ന് പറയുന്ന ക്ലസ്റ്ററിനകത്ത് 10 ഡേറ്റ ഒബ്ജക്റ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 10 ഡേറ്റ ഒബ്ജക്റ്റുകളുടെ മീൻ വാല്യൂ നമ്മൾ CI ആയിട്ട് എടുത്തു. ആ മീൻ വാല്യൂവിൽ നിന്നും ബാക്കി ആ ക്ലസ്റ്ററിനകത്ത് വരുന്ന 10 ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ഡിസ്റ്റൻസുകളുടെ എല്ലാം സ്ക്വയർ നമ്മൾ ആഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ആ വാല്യൂ എന്ന് പറയുന്നത് ചെറിയ വാല്യൂ ആണെങ്കിൽ, അതായത് പല ക്ലസ്റ്റേഴ്സ് നമ്മൾ ഫോം ചെയ്ത് ഇതുപോലെ നമ്മൾ ഡിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിക്കുമ്പം ഏറ്റവും ചെറിയ വാല്യൂ എറർ ആയിട്ട് കിട്ടുന്നത് ഏത് ക്ലസ്റ്ററിനാണോ ആ ക്ലസ്റ്ററിനെ ആയിരിക്കും നമുക്ക് അവസാനം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, വാലിഡ് ആയിട്ടുള്ള ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ അതായിരിക്കും. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. എറർ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എറർ റേറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലസ്റ്ററിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന മീൻ വാല്യൂ കറക്റ്റ് ആണെങ്കിലാണ് ഡിസ്റ്റൻസ് കുറവ് വരുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന മീൻ വാല്യൂ ആയിട്ട് ഒരു ഡേറ്റ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് കുറവാണെങ്കിലാണ് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഡേറ്റ ഒബ്ജക്റ്റ് ആ ക്ലസ്റ്ററിനകത്ത്, അതായത് ആ മീനുള്ള ക്ലസ്റ്ററിനകത്ത് വരുന്നതെന്ന് പറയുന്നത്. ഇനി അടുത്ത പേജിൽ തന്നിരിക്കുന്നത് അൽഗോരിതത്തിന്റെ വർക്കിംഗ് ആണ്. അതായത് ഇപ്പൊ പറഞ്ഞ രീതി തന്നെ അൽഗോരിതം K means അൽഗോരിതം ഫോർ പാർട്ടീഷനിങ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ K means എന്ന് പറയുന്ന അൽഗോരിതം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സും D എന്ന് പറയുന്ന ഡേറ്റ സെറ്റും. അതിനകത്ത് N ഒബ്ജക്റ്റുകൾ ഉണ്ട്. ഈ ക്ലസ്റ്ററിന്റെ എണ്ണം തീരുമാനിക്കുന്നത് യൂസർ ആണ്. അതൊരു ആർബിറ്ററി നമ്പർ ഓഫ് ക്ലസ്റ്റർ ആകാം.
അപ്പൊ ആദ്യമേ യൂസർ ഇൻപുട്ട് കൊടുക്കുന്നത് ഒരു 3 എന്നുള്ള വാല്യൂ ആണെങ്കിൽ നമ്മൾ ആ 3നെ ചേഞ്ച് ചെയ്ത് ക്ലസ്റ്ററിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്ത് അതുപോലെ തന്നെ മീനിന്റെ വാല്യൂസും ചേഞ്ച് ചെയ്തിട്ടാണ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇനിഷ്യൽ ആയിട്ട് കൊടുക്കുന്ന ആ കെ വാല്യൂ ഏതാണോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ. ഇനി നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് എന്താണ്? കുറേയധികം ക്ലസ്റ്റേഴ്സ് ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഇനി മെത്തേഡ് നോക്കി എങ്ങനെയാന്നുള്ള കാര്യം. ആർബിട്രറി ചൂസ് കെ ഒബ്ജക്ട്സ് ഫ്രം ഡി as the initial cluster centers. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കൈവശമുള്ള ഡി എന്ന് പറയുന്ന ഡേറ്റാ സെറ്റിനെ നമ്മൾ കെ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി എത്ര ക്ലസ്റ്റേഴ്സ് ഉണ്ടോ ആ ഓരോ ക്ലസ്റ്റേഴ്സിന്റെ മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ കണ്ടുപിടിച്ച് അതിനെ സെന്റർ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സെന്റർ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ആയിട്ട് ആ ക്ലസ്റ്ററിനകത്ത് വരുന്ന ബാക്കി ഒബ്ജക്റ്റുകളുടെ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് സെന്ററുമായിട്ട് അടുത്താണോ വരുന്നത് അല്ലെങ്കിൽ അകലെയാണോ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ വാല്യൂ എല്ലാം കൂടെ സമ്മ് ചെയ്യുന്നു. സമ്മ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഇനി നമ്മൾ അടുത്ത ഇറ്ററേഷനകത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ക്ലസ്റ്ററിനകത്തുള്ള ഡേറ്റ ഒബ്ജക്റ്റുകളുടെ എണ്ണം നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. അതായത് ഒരു പ്രാവശ്യം ക്ലസ്റ്ററിനകത്ത് 5 ഡേറ്റകളാണ് വന്നിരിക്കുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ 6 ആകാം അല്ലെങ്കിൽ ചിലപ്പോൾ 4 ആകാം. അപ്പോൾ ഡേറ്റ ഒബ്ജക്റ്റുകളുടെ എണ്ണം മാറുന്നതനുസരിച്ച് മീൻ വാല്യൂവിനും ചേഞ്ച് വരും. അപ്പൊ പുതിയ മീൻ വാല്യൂ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ ക്ലസ്റ്റർ ഫോം ചെയ്തതിനകത്ത് ഡേറ്റ ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഓരോ പ്രാവശ്യവും ഈ മീൻ എറർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഏത് ക്ലസ്റ്റർ ഫോം ചെയ്തപ്പോഴാണോ എറർ വാല്യൂ ഏറ്റവും കുറവായിട്ട് വന്നത് ആ ക്ലസ്റ്ററിനെ നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണ് അൽഗോരിതത്തിന്റെ വർക്കിംഗ് വരുന്നത്. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കൈവശം ഇത്രയും ഡേറ്റ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു ഡേറ്റയാണെന്ന് വിചാരിക്കുക. ഡി എന്ന് പറയുന്ന ഡേറ്റയ്ക്കകത്ത് വരുന്നതാണ് ഈ ഡോട്ടുകളെല്ലാം എന്ന് വിചാരിക്കുക. ഈ ഓരോ ഡോട്ടും റെപ്രസെന്റ് ചെയ്യുന്നത് ഡേറ്റ ഒബ്ജക്റ്റുകളെയാണ്. ആദ്യമേ ഇനിഷ്യൽ ആയിട്ട് ഇവിടെ യൂസർ കൊടുത്തിരിക്കുന്ന ക്ലസ്റ്ററിന്റെ എണ്ണത്തിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് വിചാരിക്കുക. റാൻഡം ആയിട്ട് ചുമ്മാ കുറെ ഒബ്ജക്റ്റുകളെ ഓരോ ക്ലസ്റ്ററിനകത്തേക്ക് ആക്കിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഗ്രൂപ്പുകളുടെ വാല്യൂവിന്റെ ബേസിൽ മീൻ വാല്യൂ കണ്ടുപിടിച്ചു. അതായത് സെന്ററിനെ കണ്ടുപിടിച്ചു. സെന്ററിനെയാണ് ഈ പ്ലസ് പോയിന്റ് ഇട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു? അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ഈ സെന്ററും ഈ ക്ലസ്റ്ററിനകത്ത് വരുന്ന ബാക്കി ഈ ഡേറ്റ ഒബ്ജക്റ്റുകളുമായിട്ടുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു. അതുപോലെ ഈ ക്ലസ്റ്ററിനകത്തെയും സെന്ററും ബാക്കി ഡേറ്റ ഒബ്ജക്റ്റുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് സെന്റർ ഈ ഒന്നാമത്തെ പോയിന്റ്, സെന്റർ രണ്ടാമത്തെ പോയിന്റ്, സെന്റർ മൂന്നാമത്തെ പോയിന്റ്, അങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് വെക്കുന്നു. ഈ ക്ലസ്റ്ററിനകത്തെയും സെന്ററും ബാക്കിയുള്ള പോയിന്റുകളും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് വെക്കുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ സമ്മ് ചെയ്യുന്നു. നമുക്കൊരു എറർ റേറ്റ് കിട്ടും. അതാണ് നമ്മുടെ ക്ലസ്റ്ററിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത ഇറ്ററേഷനകത്ത് എന്ത് ചെയ്തു? നമ്മുടെ ക്ലസ്റ്ററിനകത്തുള്ള ഡേറ്റ ഒബ്ജക്റ്റുകളുടെ എണ്ണം നമ്മൾ മാറ്റി ചേഞ്ച് ചെയ്തു. അതായത് ആദ്യത്തെ ഇറ്ററേഷനകത്ത് ഈ ഡേറ്റ ഒബ്ജക്റ്റ് ഈ ക്ലസ്റ്ററിനകത്താണ് വന്നിരുന്നത്. രണ്ടാമത്തെ ഇറ്ററേഷനകത്ത് നോക്കിയേ, ഈ ക്ലസ്റ്ററിനകത്താണ് ഈ ഡേറ്റ ഒബ്ജക്റ്റ് വരുന്നത്. അപ്പം ഡേറ്റ ഒബ്ജക്റ്റുകളുടെ എണ്ണം കൂടുന്നതും കുറയുന്നതനുസരിച്ച് ഈ മീൻ വാല്യൂവിന് ചേഞ്ച് ഉണ്ടാകും. അപ്പൊ നേരത്തെ ഇവിടെയായിരുന്നു മീൻ വാല്യൂ വന്നത്, ഇവിടെ കണ്ടോ മീൻ വാല്യൂ ചേഞ്ച് ആയി. അപ്പൊ മീൻ വാല്യൂ പുതിയത് കിട്ടി. നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? പുതിയ മീൻ വാല്യൂ ആയിട്ട് ആ ക്ലസ്റ്ററിനകത്ത് വരുന്ന ഡേറ്റ ഒബ്ജക്റ്റുകളുടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ അതുപോലെ തന്നെ പുതിയതായിട്ട് കിട്ടിയ മീൻ വാല്യൂ ആയിട്ട് ബാക്കിയുള്ള ഡേറ്റ ഒബ്ജക്റ്റുകളുടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ ക്ലസ്റ്ററിനകത്തും അതുപോലെ തന്നെ പുതിയ ക്ലസ്റ്ററിനകത്ത് ഡോട്ട് ഇട്ടാണ് പുതിയ ക്ലസ്റ്റർ, ആ ക്ലസ്റ്ററിനകത്തും മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. മീൻ വാല്യൂ ആയിട്ടുള്ള ഡേറ്റ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ കിട്ടിയ വാല്യൂ എല്ലാം കൂടെ സം ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് കമ്പയർ ചെയ്യുന്നു? നേരത്തെ സം കിട്ടിയ എറർ റേറ്റും ഇപ്പൊ ചെയ്ത് കിട്ടിയ എറർ റേറ്റും ഏതാണ് കുറവെന്ന് നോക്കുന്നു. അപ്പൊ ഇതിനാണ് സപ്പോസ് എറർ കുറവെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെയായിരിക്കും ഫൈനൽ ക്ലസ്റ്റർ ആയിട്ട് എടുക്കുന്നത്. അതായത് ഈ ഡോട്ട് ഇട്ടിരിക്കുന്നത് ഓരോരോ ക്ലസ്റ്റർ ആയിട്ടും അതിനകത്ത് വരുന്ന ഓരോ ഡോട്ടുകളും ഡേറ്റ ഒബ്ജക്റ്റുകളും ആയിട്ടായിരിക്കും നമ്മൾ ഫൈനൽ ക്ലസ്റ്റർ ഫോം ചെയ്യുന്നത്. ഇതാണ് എക്സാമ്പിളിനകത്ത് തന്നിരിക്കുന്നത്. ഇനി ലാസ്റ്റ് പാരഗ്രാഫിനകത്ത് ഇവിടെ തന്നിരിക്കുന്നത് നമ്മുടെ കെ മീൻസിന്റെ ടൈം കോംപ്ലക്സിറ്റി ആണ്. ഒമേഗ ഓഫ് എൻ കെ ടി ആണ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേറ്റ ഒബ്ജക്ട്സും, k എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സും, t എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇറ്ററേഷൻസും ആണ്. അപ്പൊ ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക.